ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 70-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു ഈ അറിവായിട്ട് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും ഊന്നി പറയുകയാണ്. ഇപ്പോൾ ഗുരു പറയുന്നു, സവനമൊഴിഞ്ഞ് സമത്വമാർന്നു നിൽപ്പീല അവനിയിലാര് അനാദി ലീലയത്രേ, അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. അപ്പോൾ സവനമൊഴിഞ്ഞു, ഇവിടെ ഉണ്ടായി വരുന്നത് അത് നിന്നു. സമത്വമാർന്നു നിൽപ്പിയില്ല അവനിൽ. അപ്പോൾ ഇവിടെ ഒന്നും ഒരു ബാലൻസിൽ നിലനിൽക്കുന്നില്ല. അനാദിലീലയത്രേ. അപ്പോൾ ഇവിടെ സൃഷ്ടി സ്ഥിതി എന്ന് പറയുന്നത് അത് അനാദിയായിട്ടുള്ള ഒരു ലീല, ഒരു കളിയാണെന്നാണ് പറയുന്നത്. അതൊരു നേരം പോക്ക്. നമ്മൾ സിനിമയൊക്കെ കാണുന്ന പോലെ, നാടകം കാണുന്ന പോലെ ഒരു ടൈം പാസ്. പക്ഷേ അങ്ങനെയാണ് എന്ന് അവിരളം ആകും ഇതാകവേ അറിഞ്ഞാൽ അവന് അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ഇങ്ങനെ ആരാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ അവന് മാത്രമാണ് അതിരറ്റ സുഖമുണ്ടാകുന്നത്. നേരെ മറിച്ച് ഉണ്ടാകുന്നതിലും ഇല്ലാതാകുന്നതിലും നിലനിൽക്കുന്നതിലുമൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റോടുകൂടി നമ്മൾ ജീവിച്ചു പോകുമ്പോഴോ ഒരിക്കലും അവന് സുഖമുണ്ടാകുന്നില്ല. കാരണം അവിടെ ഈ സൃഷ്ടി സ്ഥിതി അതിൽ മാത്രമാണ്. ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, ഈ മനുഷ്യൻ്റെ ശരീരത്തെ എത്രമാത്രം അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോകാം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് ഐറ്റംസ്, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഇവിടെ മറ്റ് രാജ്യങ്ങൾ ഇങ്ങോട്ട് സപ്ലൈ ചെയ്ത് കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇതുണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നൈമിഷികമായിട്ടുള്ള ഈ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചത് ഉപയോഗിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല സത്യം നിലനിൽക്കുന്നത്. ഈ അദ്വൈത വേദാന്തം ജ്ഞാനം ഉള്ളതുപോലെ പറയുന്നതാണ്. ഈ ശരീരം ഇത്രമാത്രം ദുർഗന്ധപൂരിതമാണ്. നമ്മൾ ഇത്രയും നിലനിർത്താൻ ശ്രമിക്കുന്ന ഈ ശരീരം, മനുഷ്യ ശരീരം, ഏത് ശരീരവും, പക്ഷികളുടെ ആയാലും മൃഗങ്ങളുടെ ആയാലും ഏത് ശരീരവും അനുനിമിഷം അത് ദുർഗന്ധം മാത്രമാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ നശിച്ചു പോകുന്ന ശരീരത്തെ വീണ്ടും നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, എന്നാൽ ഈ നാശത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന പ്രകാശസ്വരൂപം ഉണ്ട്, അതാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാനാണ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. അവർ ഇത് മിഥ്യയാണെന്ന് പറയുമ്പോഴും ഇതിൽ നിന്ന് അവർ ഒളിച്ചോടിയിട്ടില്ല. മറിച്ച് ഭൗതികവാദം ചെയ്യുന്നത് ഇത് മാത്രമാണ് സത്യം, മറ്റേത് തോന്നലാണ് എന്ന് പറയുന്നു. മഹർഷി പറയുന്നു, നേരെ തിരിച്ചാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ തോന്നലുകൾ മാത്രമാണ്.
ഈ കണ്ണിനെയും പ്രകാശിപ്പിക്കുന്നത്, ഈ തോന്നലുകളെല്ലാം പ്രകാശിപ്പിക്കുന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ട് ആ സത്യത്തെ ഗുരുവും പറയുകയാണ്, ഇത് ആകവേ അറിഞ്ഞാൽ, ഇത് ഈ രീതിയിൽ സമഗ്രമായി അറിഞ്ഞാൽ അവന് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ദുഃഖിക്കേണ്ടാത്ത സ്ഥലത്ത് നീ ദുഃഖിക്കുന്നു. ഗീതയിൽ കൃഷ്ണൻ പറയുന്നതാണ്, അശോച്യാൻ അന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസെ. അപ്പം നീ എവിടെയാണ് ശോചിക്കേണ്ടാത്തത്, ദുഃഖിക്കേണ്ടാത്തത്, നീ അവിടെ ദുഃഖിക്കുകയാണ്. എന്നിട്ട് നീ വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഗുരുവും പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി അറിവോടുകൂടി ഇവിടെ ജീവിക്കുക. അറിവില്ലെങ്കിലോ അസ്ഥിതോൽ സ്ഥിരനാറുന്ന ഒരു ഉടമ്പ് താനവൻ. അപ്പോൾ അറിവില്ലാത്തവൻ്റെ അവസ്ഥ ഗുരു പറയുകയാണ്. അപ്പോൾ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു മനുഷ്യരാശിക്ക് അഥവാ ജിജ്ഞാസുക്കളോട് പറയാൻ ശ്രമിക്കുന്നത്, ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്ത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഇതിൽ നമ്മൾ ഇടപെടാതെ മീൻസ് അതാണ് സത്യമെന്ന് വിചാരിച്ച് നമ്മൾ പോകാതെ, അത് താൽക്കാലികമാണ്, പക്ഷേ ഇതിനെ പ്രകാശിപ്പിക്കുന്ന ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുക. അങ്ങനെ മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വിദ്യകളും അവർ തന്നെ പഠിപ്പിച്ചിരുന്നു. അങ്ങനൊരു സംസ്കാരം ഇവിടെ സനാതനമായിട്ടുണ്ട്. അപ്പോൾ ഗുരുവും ഈ ഒരു സനാതനമായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത ആ ചൈതന്യത്തെ തന്നെയാണ് ചൂണ്ടി, നിൻ്റെ സ്വരൂപം അതാണ്, ആനന്ദ സ്വരൂപമാണ്, നീ ആനന്ദത്തിന് വേണ്ടി മറ്റെങ്ങും തേടേണ്ട ആവശ്യമില്ല, നീ ഉള്ളിലേക്ക് തന്നെ തിരിയുക. അങ്ങനെ ആ തിരിച്ചറിവ് നിങ്ങളെ എപ്പോഴും ശാന്തിയും സമാധാനവും സുഖവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അവിടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കും അതിനുവേണ്ടി ശ്രമിക്കാം. നമസ്കാരം.